കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇന്നും മാറ്റമില്ല, വെള്ളാപ്പള്ളി തന്നെ വാർത്തയിൽ നിറയുകയാണ്. പല കോണിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ അല്പം പോലും പിന്നോട്ടു പോകാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മുസ്ലിം ലീഗിനെതിരെ തുറന്നടിച്ചാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. മതകലഹമുണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുകയാണ് എന്ന ഒരു ആരോപണമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. മാറാട് ആവർത്തിക്കാനാണ് ശ്രമം എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം CPIക്കെതിരെയും വീണ്ടും രംഗത്ത് വരുന്നു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക കൂടിയാണ് വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ സംഭാവനകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മുസ്ലിം ലീഗ് മതകലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. മാറാട് ആവർത്തിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് എന്നത് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം സമുദായത്തെ ഈഴവർക്കെതിരെ തിരിക്കാൻ നോക്കുന്നു എന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുകയാണ്. ലീഗ് സാമൂഹിക നീതി നടപ്പിലാക്കിയില്ലെന്നും മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് മുട്ടിന് കോളേജുണ്ട്, ഈഴവ സമുദായത്തിന് നൽകിയത് ഒരു എയ്ഡഡ് കോളേജ് മാത്രമാണ്. ഭരണത്തിലിരുന്നപ്പോൾ ലീഗ് എന്ത് ചെയ്തുവെന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തണം. അതിന് താൻ വെല്ലുവിളിക്കുകയാണ് ലീഗിനെ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. താൻ സത്യം പറഞ്ഞതിന് തന്നെ വേട്ടയാടുകയാണ് എന്ന ഇരവാദം കൂടി ഇന്ന് വെള്ളാപ്പള്ളി നടത്തി. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം ഇതൊരു മതവിദ്വേഷമായി. ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദമില്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. അതിന് ഉത്തരത്തിൽ പറയാതെ മാറിപ്പോണെന്താണ്? ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി സ്കൂളിൽ മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെൻ്റെ സ്വന്തം സമുദായത്തിന് ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് പറഞ്ഞത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. ഇന്നലെ ഈ കോളേജ് അനുവദിക്കുന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആണ് വെള്ളാപ്പള്ളി വലിയ രീതിയിൽ പ്രകോപിതനായത്. ശിവഗിരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളിയോട് ആ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ അദ്ദേഹത്തെ അത് പ്രകോപിപ്പിച്ചു. അപ്പോൾ അതിനുള്ള ഒരു വിശദീകരണം എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി ഇന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ എന്താണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ച പഴയ ചോദ്യം, കഴിഞ്ഞ ദിവസത്തെ ചോദ്യം എന്ന് കാണാം. വെള്ളാപ്പള്ളി അതിനോട് പ്രതികരിച്ചതും ഒന്ന് കണ്ടിട്ട് തിരിച്ചെത്താം. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ നാളായി തുടങ്ങിയിട്ട് അപ്പോൾ കോളേജ് അനുവദിച്ച് കിട്ടുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇപ്പോഴത്തെ സർക്കാരല്ലേ എന്ന് ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചത്. അതിന് മൈക്ക് തട്ടിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ പ്രകോപനപരമായിരുന്നു, പ്രകോപിക്കപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ ഇന്ന് ആ വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചത്. പക്ഷേ വിശദീകരണം നൽകുമ്പോൾ ആ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് അധിക്ഷേപിച്ചുകൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. അയാൾ തീവ്രവാദിയാണ്, MSF നേതാവാണ്, മുസ്ലിങ്ങളുടെ വക്താവാണ് തുടങ്ങിയതായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്, തൻ്റെ പ്രായത്തെ പോലും മാനിച്ചില്ല, ഒരു മര്യാദയുമില്ലാതെയാണ് തന്നെ വളഞ്ഞതെന്ന് ഇതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് മാധ്യമ പ്രവർത്തകനെതിരെ വെള്ളാപ്പള്ളി ഇന്ന് ഉയർത്തിയത്. എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ
ചോദിച്ചു നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിനുമായിട്ട് നമ്മൾ ഇവിടെ വെച്ചത് വേണോ? ഇത് ശിവഗിരിയാണ്, ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അവർ സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചിരിക്കല്ല, ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എന്നെ നേരെയിട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു ഞാൻ പറഞ്ഞു, ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം, റാഹി ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്, ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല, ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധി അവർ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ. അപ്പോൾ വളരെ സൗമ്യനായി ഒക്കെ സംസാരിച്ച് തുടങ്ങിയതാണ്, അവസാനം തീവ്രവാദി എന്ന വിളിയിലാണ് ആ വിശദീകരണം അവസാനിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇനി CPIയോടുള്ള സമീപനം എന്താണ് എന്നതുകൂടി നോക്കിയാൽ, തെരഞ്ഞെടുപ്പിലെ തോൽവി CPI പരിശോധിക്കണം എന്ന വിമർശനമുയർത്തിയ വെള്ളാപ്പള്ളി താൻ പിണറായിയുടെ ജിഹ്വ അല്ല എന്ന് പറയുന്നു. പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ മാത്രമാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളിലെല്ലാം താൻ ഉറച്ചു തന്നെ നിൽക്കുന്നു, നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മറ്റൊരു കാര്യം കൂടി CPIയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പറഞ്ഞു. CPIക്കാർ കാറിൽ കയറ്റില്ല, പക്ഷേ അവർക്ക് കാശാണ് വേണ്ടത്. കൊടുത്തതിൻ്റെ കണക്കുകൾ മര്യാദ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് താൻ പറയാത്തത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു നിർത്തി. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിലൊന്നും പറഞ്ഞില്ല. CPIയുടെ ആളുകൾ എന്ന് പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനിതാണ്, TV തോമസ്, MN ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അവർ ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു, എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നു, അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയും ചെയ്യും. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ CPI കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ വിമർശനം, ബിനോയ് വിശ്വം ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് വെള്ളാപ്പള്ളി മറുപടി പറഞ്ഞത്. തൻ്റെ പണം വേണം, പക്ഷേ കാറിൽ കയറ്റില്ല എന്നതാണോ പറയുന്നത്? കാറിൽ കയറണമെന്ന് താൻ പറഞ്ഞോ എന്നത് ഉൾപ്പെടെ വെള്ളാപ്പള്ളി തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തായാലും CPI മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ വീണ്ടും ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പറഞ്ഞത്. CPIക്കാർ തെറ്റായ വഴിക്ക് ഒരൊറ്റ പൈസ പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല, ഫണ്ട് പിരിച്ചു കാണും. വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിനാണ് ബിനോയ് വിശ്വം ഈ രീതിയിൽ മറുപടി നൽകിയത്. വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് കൂടി ബിനോയ് വിശ്വം മറുപടി പറയുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയ വിവാദത്തിലാണ് ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ് എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. തന്റെ നിലപാട് താൻ പറയും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹവും പറയും, അതിലെ ശരി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നതാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്ക് മറുപടിയായി എന്ന് പറഞ്ഞത്. ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്, വളരെ ശരിയാണത്. അതുകൊണ്ട് എൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ
ആവർത്തിച്ചുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ മുന്നണിക്കുള്ളിലെ ഭിന്നത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് വരെ മറുപടിയുമായി രംഗത്ത് വരുന്നത് അത് മുന്നണിക്കുള്ളിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത കൃത്യമായും വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഈ ഘട്ടത്തിൽ ആ അവസരം പ്രതിപക്ഷം മുതലെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ അധിക്ഷേപിച്ചതിലും ലീഗ് വർഗീയ സംഘർഷത്തിന് ശ്രമം നടത്തുന്നു എന്ന ആരോപണത്തിലുമൊക്കെയാണ് ഇന്ന് വിമർശനവും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും കുടപിടിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്യുന്നതെന്ന് VD സതീശൻ ആരോപിച്ചു. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ മുഖ്യമന്ത്രിയിൽ വെൽക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് തുടർന്നോട്ടെ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ആത്മവിശ്വാസത്തിൽ നിന്നുകൂടിയാണ് വെള്ളാപ്പള്ളി ഈ രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ നടത്തട്ടെ എന്നത് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ സാഹചര്യം ഇത്ര വരെ എത്തിയിട്ടും കാര്യങ്ങൾ വ്യക്തമാകാത്തത് ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെയാണ് എന്ന് തോന്നിപ്പോകും. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചത്. ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ ഒരാൾ വർഗീയവാദിയാകുമോ എന്നൊരു ചോദ്യം കൂടി MV ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. CPM-ന്റെ ബ്രാഞ്ചിലോ ലോക്കൽ കമ്മിറ്റിയിലോ ഉള്ള ആളല്ല വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ മതനിരപേക്ഷ നിലപാടുകളെ അംഗീകരിക്കും, അതിന് വിരുദ്ധമായ നിലപാടുകളെ CPM അംഗീകരിക്കില്ല എന്നുകൂടിയാണ് MV ഗോവിന്ദൻ പറയുന്നത്. മലപ്പുറത്ത് SNDPക്ക് സ്കൂൾ തുടങ്ങാൻ പ്രയാസമുണ്ടെങ്കിൽ സർക്കാരുമായി ഇടപെടൽ നടത്തി പരിഹരിക്കുമെന്ന ഒരു കാര്യം കൂടി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു. വളരെ വ്യക്തമല്ലേ പിന്നെ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാകുമോ? നിങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരാൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. അതിലല്ലോ വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. വർഗീയവാദിയായി ചിത്രീകരിക്കാനില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കാർ യാത്ര വിവാദമായത് അപഹാസ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് SNDP മുഖപത്രം യോഗനാഥത്തിൽ ഇന്നൊരു ലേഖനം കൂടി വന്നിട്ടുണ്ട്. അധസ്ഥിത സമൂഹത്തോടുള്ള അസഹിഷ്ണുത തുടരുകയാണ് എന്നതാണ് അതിന്റെ ഉള്ളടക്കം. ഐത്തത്തിന്റെ വൃത്തികെട്ട മുഖമാണ് വെളിവായതെന്നും പിന്നാക്കക്കാരൻ കാറിൽ കയറിയതാണ് പരിഹാസത്തിന് കാരണമെന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. പാവപ്പെട്ട സമുദായത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി എന്നും യോഗനാഥം എഴുതിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്, അതിനെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തോടുള്ള കാഴ്ചപ്പാടല്ല. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളെ സമുദായം ഏറ്റെടുത്ത് അധസ്ഥിത സമൂഹത്തോടുള്ള കാഴ്ചപ്പാടായി അവതരിപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറയാതിരിക്കാനാകില്ല. ഏതായാലും പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് പിണറായി വിജയന് നൽകുന്നത് എന്നതാണ് വെള്ളാപ്പള്ളി അവകാശപ്പെടുന്നത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മൂന്നാം തുടർഭരണ സ്വപ്നം തകർക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരാഗ്രഹം വെള്ളാപ്പള്ളിക്കുണ്ടെങ്കിൽ സ്വയം ഒരു നിയന്ത്രണം വെള്ളാപ്പള്ളിക്ക് തന്നെ ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതാണ് എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ചെയ്യേണ്ടത്. എന്തായാലും അദ്ദേഹത്തിന് ഇനിയെങ്കിലും അങ്ങനെ തോന്നട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതാണ് കേരളത്തിനും നല്ലത്.